നമസ്കാരം പ്രിയരെ, ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രഗത്ഭരായിരിക്കുന്നവരും ക്രിസ്തയേശുവിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നവരുമായ ചില ഡോക്ടർമാരുമായി സംസാരിക്കേണ്ടവരും അവരുടെ അനുഭവങ്ങളും അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസവും സംബന്ധിച്ച് ചിലത് മനസ്സിലാക്കിയെടുക്കേണ്ടതിനും ശ്രമിക്കുന്ന ഒരു ഹാർവസ്റ്റ് പരമ്പരയാണ് ഡോക്ടേഴ്സ് ഇൻ ക്രൈസ്റ്റ്. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ജെ സത്യനേശനാണ്. മുൻകാല ഹെൽത്ത് സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന് ഞങ്ങളൊരു സ്വാഗതം അർപ്പിക്കുകയാണ്. താങ്ക് യു. ഡോക്ടർ, ഇന്ന് താങ്കളുടെ പ്രാക്ടീസ് എവിടെയാണെന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ഏകദേശം 1/4 നൂറ്റാണ്ട് ഹെൽത്ത് സർവീസിനെ സേവിച്ചിട്ട് 2007 വിരമിച്ചു. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പീഡിയാട്രിഷ്യനാണ്? അതെ, പീഡിയാട്രിഷ്യനാണ്. ഡോക്ടറിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്കൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ മിസ്സസ് CMS കോളേജിലെ കോട്ടയം അധ്യാപികയായിട്ട് സേവനം ആരംഭിച്ചു. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർ മാനേജ്മെൻറ്റ് ട്രാൻസ്ഫർ വാങ്ങിച്ച് ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട അവിടെ വന്നു. ഇപ്പോൾ വിരമിച്ചിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ്, കൊച്ചുമക്കളെ വളർത്തുകയാണ്. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. 2 പേരും ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സാണ്. മരുമക്കൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തു. 4 കൊച്ചുമക്കളുണ്ട്. പിന്നെ എല്ലാവരും ദൈവഭയമുള്ളവരും കർത്താവിൽ ആശ്രയബോധം ഉള്ളവരും ആയതുകൊണ്ട് എനിക്ക് സംതൃപ്തിയുണ്ട്. ഡോക്ടറുടെ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ചും പ്രേക്ഷകരോടൊന്ന് സംസാരിക്കാം. എൻ്റെ പപ്പ ഒരു CSIയിലെ ഇവാഞ്ചലിസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ CSI പാരമ്പര്യത്തിൽ പഠിച്ചു, വളർന്നു, ഉയർന്നു, സഭാ നേതൃത്വത്തിലെത്തി, ഭരണ സമിതിയുടെ മേലെ അറ്റം വരെ എത്തുവാനും കുറേ വർഷങ്ങൾ അങ്ങനെ തുടരുവാനും സാധിച്ചു. ഒത്തിരി വൈകിയാണെങ്കിലും തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവുമായിട്ടുള്ള ബന്ധം തകരാറിലായിരിക്കും. പിന്നെ അതുവരെ നേടിയതെല്ലാം ശരിക്കും മിഥ്യയാണെന്ന് എനിക്ക് ബോധ്യമായി. ഇനി എങ്ങനെ കർത്താവുമായിട്ടുള്ള ബന്ധം നന്നാക്കാം എന്നാലോചിച്ച് ചില സ്പിരിച്വൽ റിവൈവൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ ഇടവന്നു. DGS ദിനകരൻ അങ്കിൾ ഒരു പവർ കോൺഫറൻസ് നടത്തിയിരുന്നു കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച്. അതിന് കുടുംബമായിട്ട് പങ്കെടുക്കുകയും ചെയ്തു. 7 ദിവസം തങ്ങിയുള്ള ആ കോൺഫറൻസ് കഴിഞ്ഞത് ഞങ്ങൾക്കൊരു ജീവിതത്തിനൊരു വഴിത്തിരിവായിട്ട് മാറി. പിന്നെ അടുത്ത വർഷം ഞങ്ങളൊരു ഹോളി ലാൻഡ് ടൂറിൽ പങ്കെടുത്തു. അതിനോടനുബന്ധിച്ച് കുടുംബമായിട്ട് യോർദാൻ നദിയിൽ സ്നാനക്കടവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ദൈവം കൃപയരുളി. അതൊരു ഭാഗ്യമായി ഞാനിപ്പോൾ കരുതുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ സ്വസ്ഥമായിരുന്നു കൊണ്ട് ജീവിതയാത്ര തുടരുകയാണ്. ഇപ്പോൾ എനിക്കറിയാം യഹോവ നല്ലവനാണ്. അത് രുചിച്ചറിയുവാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പ്രേക്ഷകരോട് പറയേണ്ടി വരും. ക്രിസ്തീയ ജീവിതം ഒരു മതമല്ല, അതൊരു അനുഭവമാണ് എന്നെനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ കർത്താവ് എൻ്റെ സങ്കേതവും ബലവും കോട്ടയും എനിക്ക് അഭയം നൽകുന്ന ഒരു പാറയും എനിക്ക് ചുറ്റും പരിചയമായി, എൻ്റെ തല ഉയർത്തുന്ന ഗോപുരമായി എന്നെ സംരക്ഷിക്കുന്നു എന്നെനിക്ക് ഉള്ള തിരിച്ചറിവ് എനിക്കിപ്പോൾ ലഭ്യമാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഡോക്ടർ, നമ്മൾ മെഡിസിൻ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഈ പഠനം ഒരു ഭയങ്കര കാഠിന്യമേറിയ അനുഭവമാണെന്നും ആജീവനാന്തം പഠിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതുപോലൊരു കഠിന അനുഭവമായിരുന്നോ താങ്കളുടെയും പഠനം? ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ട് പഠിക്കുന്നൊരു സ്വഭാവക്കാരനാണ്. സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടന്നുറങ്ങുന്നതും വ്യർത്ഥമത്രേ, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സ്വഭാവക്കാരനാണ് ഞാൻ. എനിക്ക് പല പ്രാവശ്യവും പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും മിക്കവാറും പരീക്ഷകളിൽ BScക്കും പ്രീഡിഗ്രിയുമൊക്കെ കോളേജിൽ ഫസ്റ്റ് ആയിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ MBBSന് പോകുമ്പോൾ നമ്മളെക്കാൾ വളരെ ബുദ്ധിജീവികളാണ് അവിടെ ഉള്ളത്. എന്നാലും ഒരു പ്രാവശ്യം പോലും തോൽക്കാതെ എല്ലാം കൃത്യമായിട്ട് പാസ്സായി വെളിയിറങ്ങി വരുവാൻ ഇടയായി. താങ്കൾ പഠിച്ചതിനേക്കാൾ അധികം താങ്കൾക്ക് ദൈവം തന്ന ഒരു കൃപയാണ് തന്നത്. അതെ, തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപ പ്രാപിക്കേണ്ടതിനപ്പോൾ പഠിത്തത്തെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുകയോ വല്ലോ ചെയ്താണോ?
തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ട്. അതിന് സമയം വേർതിരിക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ തന്നെയും ജീവിതമേ ഒരു പ്രാർത്ഥന തന്നെയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം നമ്മളെ സഹായിച്ചതാണ് ഈ ഉന്നത വിദ്യാഭ്യാസം, അല്ലേ? അപ്പോൾ ആ വിധത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം താങ്കളെ വിശ്വാസത്തിൽ പ്രേരിപ്പിച്ച എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ദൈവം എൻ്റെ കരത്തെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് ആദ്യമേ ഉണ്ട്. ഒരു കാലത്തും ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ഇടവരുത്തി. അതിൻ്റെ സാക്ഷ്യമാണ്. കാര്യം വെച്ചാൽ ഞാൻ സ്പിരിച്വലായിട്ട് വളരെ ബേക്കിലോട്ട് പോയ സമയത്തും കർത്താവ് എന്നെ ഉയരുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടുന്നത് തന്നെ ഒരു അത്ഭുതമെന്ന് പറയാം. കാര്യം അന്ന് ഈ പീഡിയാട്രിക്സ്, ചൈൽഡ് ഹെൽത്ത് കിട്ടുന്നത് ക്ലാസ്സിലെ റാങ്ക് ഹോൾഡേഴ്സിനാണ്. MBBS കഴിയുമ്പോൾ ബെസ്റ്റ് സ്റ്റുഡൻസിനാണ്. അപ്പോൾ അന്ന് ഞാൻ ഹെൽത്ത് സർവീസിൽ ജോയിൻ ചെയ്ത് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലിരിക്കുമ്പോൾ തന്നെ 3 വർഷം തുടരെ ബെസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് എന്ന അവാർഡ് ലഭ്യമായി. അന്ന് ഗവൺമെൻറ് അവാർഡ് വിന്നേഴ്സിന് പ്രത്യേകിച്ചൊരു കോട്ട വെച്ചു. ചൈൽഡ് ഹെൽത്ത്, ഗൈനക്കോളജി അല്ലെങ്കിൽ സർജറി, ഈ 3 ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് ഉന്നത പഠനത്തിന് പോവാം. അപ്പോൾ ഞാനതിൽ ബെസ്റ്റ് മെഡിക്കൽ ഓഫീസർ എന്നുള്ള നിലയിലായതുകൊണ്ടും 3 വർഷം തൊട്ടേ അവാർഡ് കിട്ടിയതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ എടുക്കുവാൻ എനിക്കാണ് ആദ്യം സൗകര്യം കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞാൻ ചൈൽഡ് സ്പെഷ്യലിസ്റ്റായിട്ട് അത്ഭുതകരമായിട്ട് മാറി എന്ന് പറയാം. ആ തരത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കേണ്ടതിന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് താങ്കളുടെ പിതാവ് ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, സുവിശേഷകനായിരുന്നു എന്ന്. ആ പിതാവ് പ്രാപിച്ചെടുത്ത ആ കൃപ തലമുറകളിലേക്ക് പകരപ്പെട്ടതാണോ ഇതിന് കാരണം? തീർച്ചയായിട്ടും പപ്പയുടെയും അമ്മയുടെയും പ്രാർത്ഥന ഞങ്ങളെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അന്ന് ഒരു കാലത്ത് ബൈബിൾ എടുത്ത് നടന്നവരുടെ മക്കളെല്ലാം, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചവരുടെ മക്കളെല്ലാം ഈ കഴിഞ്ഞ തലമുറകളിൽ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്, അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന പലരും പല സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തവർ തന്നെയാണ്. കർത്താവിൽ പ്രിയരേ, ദൈവവചനമൊക്കെ നമ്മൾ വായിക്കുവാൻ തക്കൊണ്ട് ഇടയാകുമ്പോൾ നീതിമാനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ 7 വട്ടം വീഴുന്നു, അവൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് എന്നൊക്കെ ദൈവവചനം പറയുന്നത് കാണുവാൻ തക്കൊണ്ട് ഇടയാകും. പക്ഷേ അതേ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നീതിമാൻ്റെ മക്കൾ അപ്പത്തിന് ഇരക്കുന്നത് കണ്ടിട്ടേയില്ല എന്നുള്ളത്. അർത്ഥം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ നീതിയോടെ ദൈവം മുമ്പാകെ ജീവിക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ അധിക ഗുണം നമ്മുടെ തലമുറകൾക്കാണ്. ഡോക്ടർ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. ഒരുപാട് ഡോക്ടർമാർ തങ്ങളുടെ പ്രാക്ടീസിൽ വളരെ ബിസിയാകാറുണ്ട്. കുടുംബത്തിന് വേണ്ടി സമയം കൊടുക്കുവാനില്ലാതെയും ഒക്കെ ആയിത്തീരുന്ന അനുഭവങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ അവരുടെ മക്കളൊക്കെ വല്ലായ്മപ്പെട്ടൊരു ജീവിതം നയിച്ച് പോകുന്നുണ്ട്. എന്നാൽ ഡോക്ടറിൻ്റെ മക്കൾ, ഒരാൾ റാങ്ക് ഹോൾഡറായിരുന്നു, മരുമക്കൾ ഉൾപ്പെടെ എല്ലാവരും ഉന്നത ബിരുദങ്ങൾ നേടുവാനും ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല പ്രാക്ടീസോടെ ആയിരിക്കാൻ, ദൈവകൃപയിലായിരിക്കുവാനും ഒക്കെ ഇടയായി. ഇതിൻ്റെ പിന്നിലെ വിജയ രഹസ്യം എന്താണ്? ആസ് എ പേരൻറ്റ് താങ്കൾ അതൊന്ന് വിശദീകരിക്കാമോ? ഞാനും ഒരു ബിസി പ്രാക്ടീഷണറായിരുന്നു. ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ പഠിക്കുന്ന സമയത്ത് വലിയ ട്യൂഷനൊന്നും പോയിട്ടില്ല. അപ്പോൾ എൻ്റെ മക്കളും ട്യൂഷനൊന്നും പോകാതെ തനിയെ പഠിച്ച് വലിയ ആൾക്കാരായിക്കോട്ടെ എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ മിസ്സസ് ഒരു അധ്യാപികയായിരുന്നല്ലോ, അദ്ദേഹത്തിനാണ് ആ ക്രെഡിറ്റ് പോകുന്നത്. പിള്ളേരെ വളരെ ശിക്ഷണത്തിൽ വളർത്തുകയും, എൻ്റെ മക്കൾ 2 പേരും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരാണ് പീഡിയാട്രിക്സിൽ. മരുമക്കൾ സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പോൾ ദൈവകൃപയാൽ അവരെയൊക്കെ ഇങ്ങനെ വളർത്തിയത് ദൈവമാണ്. എന്നാലും മക്കളുടെ കാര്യത്തിൽ ആ ക്രെഡിറ്റ് എൻ്റെ വൈഫിനാണ് പോകുന്നത്. ആൻറ്റിയാണ് മെനക്കെട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ സ്ഥിരതയുള്ള ഒരു പ്രാർത്ഥനയോ കുടുംബ പ്രാർത്ഥന അതൊക്കെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. പ്രഭാതത്തിൽ ഞങ്ങളിപ്പോൾ അന്തി ഉറങ്ങുന്നവരെല്ലാവരും എണീറ്റ് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് ഡ്യൂട്ടിക്കായിട്ടോ പഠിക്കാനായിട്ടോ പോകുന്നതിന് മുൻപ് ഞങ്ങൾ പ്രഭാത പ്രാർത്ഥന നടത്തും. അതുപോലെ തന്നെ വൈകിട്ടും ഉണ്ണുന്ന ആഹാരത്തിന് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ, ഉറങ്ങുന്നതിന് മുമ്പ് മിക്കവാറും സാധ്യമാണെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കും. പാട്ട് പാടി വേദഭാഗം വായിച്ച്. ഇപ്പോൾ ഞങ്ങൾ അംഗസംഖ്യ 10 കൊച്ചുമക്കളും പ്രാർത്ഥിക്കും. അപ്പോൾ ചില ദിവസങ്ങളിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ഇന്ന ആൾക്കാർ അല്ലെങ്കിൽ മരുമക്കൾ 2 പേരും പ്രാർത്ഥിക്കും, പിന്നെ ഞാൻ പ്രാർത്ഥിക്കും. ഇത് അപ്പോൾ ഒരു വളരെ ദീർഘമായ കാര്യമായി മാറുകയില്ലേ? അത്രയും സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത് നല്ലതാണോ? അതിലാർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല.
ഗുണമേ ഉള്ളൂ. എല്ലാവർക്കും താല്പര്യവുമായിരുന്നു. നമ്മുടെ ഈ പ്രാക്ടീസിന് മധ്യത്തിൽ സാധാരണ ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമായിരിക്കുമല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ നമ്മൾ സംസാരിക്കുകയും അവരോട് സംവാദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭവനത്തിൽ കുടുംബങ്ങളുടെ മധ്യമൊക്കെ വലിയ പ്രശ്നങ്ങളുള്ളതായി ഞങ്ങൾ കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ അനുഭവിച്ചിട്ടുണ്ടോ? ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ബ്രോക്കൺ ഫാമിലീസ്, അവരുടെ ഹിസ്റ്ററിയിൽ അങ്ങോട്ട് പോയാൽ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴായിരിക്കും അവരുടെ ചരിത്രം തുറക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വികാരഭരിതമാകുന്ന നിമിഷങ്ങൾ, നമ്മുടെ മനസ്സ് ഒത്തിരി വേദനിക്കുന്ന സമയങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഓരോ ആണുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഡൈവേഴ്സിനെ കോടതിയിൽ വെച്ച് കാണാം എന്ന് പറയുന്ന അവസ്ഥ, പിന്നെ തിരിച്ചും ഇല്ലാതില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അവരടുത്ത് ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണോ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥിക്കാൻ അവസരമുള്ള സ്ഥലങ്ങളിൽ അവരെ എത്തിക്കാൻ ഞാൻ പ്രേരിപ്പിക്കാറുണ്ട്. കുടുംബ തകർച്ച സംഭവിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കും. അപ്പോൾ ഒരു വീട്ടിനകത്ത് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നില്ല എങ്കിൽ, ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നില്ല, അമ്മയുടെ സ്ഥാനത്ത് ഇരിക്കുന്നില്ല എങ്കിൽ ശരിക്കും അത് വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല, അടുത്ത തലമുറയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി വന്നിരുന്നു. അമ്മ പറഞ്ഞത്, അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കുറേ നാളുകളായി. ഈ കുഞ്ഞ് രാത്രിയിൽ പപ്പ പപ്പ എന്ന് വിളിച്ചുകൊണ്ട് ചാടി എണീറ്റ് കരഞ്ഞ് പിന്നെ ഉറങ്ങാതിരുന്നിട്ട് പിന്നെ രാവിലെ ആകുമ്പോൾ പനി വന്നു എന്ന് പറഞ്ഞു വന്ന്. അതുപോലെ ഒരു കേസല്ല, ഒത്തിരി കേസുകൾ കാണാറുണ്ട്. അടുത്ത തലമുറയുടെ മാനസികാവസ്ഥ വികലമായി പോകുവാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? തീർച്ചയായിട്ടും. ഒരു ബ്രോക്കൺ ഫാമിലിയിലാകുമ്പോഴത്തേക്ക് കുഞ്ഞ് അവരുടെ മനസ്സ് മാറിപ്പോകാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും അമ്മയിൽ നിന്ന് അകന്നു പോകാനും സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ, അതെ, ഈ ശൂന്യത അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തിക ശക്തി ഇറങ്ങിച്ചെന്ന് അവർക്ക് സമൃദ്ധിയും സംതൃപ്തിയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ശപിക്കപ്പെട്ട പല കുടുംബങ്ങളുമുണ്ട്. അവരെ ദൈവം അനുഗ്രഹിച്ച് അനുഗ്രഹത്തിൻ്റെ പാതയിൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ സമയം ഉപയോഗിക്കുന്നത്. ഒരുപാട് സ്ത്രീ പുരുഷന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ കുടുംബ തകർച്ചയ്ക്ക് കാരണം ചെറുതായി തുടങ്ങിയ ചില വഴക്കുകളാണ്, കിരുകിരുപ്പുകളാണ്, പിന്നെ അത് പാച്ചപ്പ് ചെയ്യാൻ പറ്റാതായിപ്പോയത്. അങ്ങനെയുള്ള ഒത്തിരി പേര് ചിലപ്പോൾ നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും ഡോക്ടർ. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു കൊച്ചു സന്ദേശം ഡോക്ടറിന് പറയുവാൻ കഴിയുമോ? അവർ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മിക്കവാറും മദ്യപാന ആസക്തിയായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ഏക ഘടകം. അപ്പോൾ ആസക്തികളും ദുഷ്പ്രവണതകളും ഒരു കാട്ടത്തി പോലെ കുടുംബനാഥൻ്റെ മേൽ ബാധിച്ചാൽ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഈ കാട്ടത്തി വേരോടെ പിഴുത് സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പതിക്കട്ടെ എന്ന് ഒരു സ്ത്രീ പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ വിശ്വാസം സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധാരമായി ഒരു ക്രിസ്തയേശുവിൻ്റെ കന്യകാജനനം, അവൻ്റെ ക്രൂശ് മരണം, തുടർന്നുള്ള പുനരുദ്ധാനം, ഇതൊക്കെ ഹല്ലേലൂയ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ്, എന്നുവെച്ചാൽ ലോക ഉൽപ്പത്തിയുടെ കാലത്ത്, ബൈബിളിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യത്തിലൊരു വാക്യമുണ്ട്, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല തകർക്കും. പിന്നെ 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അതിനുശേഷവും ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു മകൻ ലഭിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അങ്ങനെയുള്ള ഒരു മകൻ നമുക്ക് ലഭിക്കും. അത് സ്ത്രീയിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്, പുരുഷനോടുള്ള ബന്ധം ഇല്ലാതെ. അത് യഹൂദിയിലെ ബെത്ലഹേമിലാണ് ജനിക്കുന്നതെന്നും ബൈബിളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. കാലത്തികവിങ്കൽ ദൈവം തൻ്റെ ദൂതനായ ഗബ്രിയേലിനെ കന്യക മറിയയുടെ അടുത്തേക്ക് അയച്ചു. ദൂതൻ വാർത്ത കൈമാറി. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു മറിയ. സംശയങ്ങളുടെ ഒരു കൂമ്പാരം മറിയയ്ക്കുണ്ടായി, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ
മറിയയ്ക്ക് പറഞ്ഞു കൊടുത്തു, ഹോളി സ്പിരിറ്റ് വിൽ കം, ദി പവർ ഓഫ് ഗോഡ് അൾമൈറ്റി വിൽ ഓവർ ഷാഡോ യു. പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. അത് മറിയ അക്സെപ്റ്റ് ചെയ്തു. വിനയത്തോടുകൂടെ ആ വാർത്ത സ്വീകരിച്ചു, അതിനെ അംഗീകരിച്ചു, അത് ഉൾക്കൊണ്ടു. രക്ഷകൻ മറിയയിൽ ജന്മം കൊണ്ടു. വിശുദ്ധ പ്രജ അവിടെ അവതരിച്ചു. ഇന്നും നാം കർത്താവിൻ്റെ മക്കളായി ജീവിക്കുമ്പോൾ ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയാണെങ്കിൽ, അത് അംഗീകരിക്കുകയാണെങ്കിൽ, അതിന് വിധേയപ്പെടുകയാണെങ്കിൽ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കും. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നു വാഴും. തീർച്ചയായിട്ടും യേശു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം, സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുവാൻ ഇടവരും. ഒരു പ്രാസംഗികൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, 1000 പുൽക്കൂട്ടിൽ യേശു ജനിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിച്ചില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ യേശു വന്ന് ജന്മം കൊള്ളട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രൂശിൽ കയറുന്നത്, ആ സ്ഥലവും പുനരുത്ഥാനം നടന്ന സ്ഥലവും എനിക്ക് സഞ്ചരിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. ജെറുസലേമിൽ നിന്ന് ജെറിഹോയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേയുടെ പാർശ്വത്തിലായി തലയോട്ടിയുടെ ആകൃതിയിൽ ഒരു പാറമടയുണ്ട്, ഗോൽഗോഥ അഥവാ കാൽവറി. അവിടെയാണ് യേശുവിനെ ക്രൂശിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു യാഗമായിരുന്നു പ്രജാപതി യാഗം. അവൻ അവസാനമായി വിളിച്ചു പറഞ്ഞു, സകലവും നിവർത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതെ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ശാപങ്ങളും മാറ്റിക്കൊണ്ട്, എല്ലാ പാപങ്ങളും കഴുകി മാറ്റിക്കൊണ്ട്, നമുക്ക് സായുജ്യം നൽകിക്കൊണ്ട് യേശു അവിടെ ക്രൂശിതനായി. ഈ ഗോൽഗോഥ മലയുടെ ചാരത്ത് തന്നെയാണ് യഹൂദ്യ പട്ടണത്തിലുള്ള അരിമത്യ എന്ന സ്ഥലത്തിലെ ജോസഫ് എന്ന മന്ത്രിയുടെ ഒരു ഉദ്യാനമുള്ളത്. അതിൻ്റെ ഒരു വക്കിലാണ് പാറയിൽ കുഴിച്ചെടുത്ത ഒരു കല്ലറ. അത് അദ്ദേഹത്തിന് വേണ്ടി പണിതാണ്. പുതിയ കല്ലറ, ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറ. അവിടെയാണ് യേശുവിനെ സംസ്കരിച്ചത്. അന്ന് നിക്കോദോമസ്, നമുക്കറിയാം, യേശു ഒരിക്കൽ നിക്കോദോമസിനോട് പറഞ്ഞിരുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണത്തില്ല. ആ നിക്കോദോമസാണ് 100 റാത്തൽ ഈ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവന്ന് യേശുവിനെ സംസ്കരിക്കുവാൻ സഹായിച്ചത്. യേശുവിനോട് കൂടി ഉണ്ടായിരുന്ന, അനുഗമിച്ചിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അതിൽ സന്നിഹിതരായിരുന്നു. റോമൻ പട്ടാളം വലിയൊരു കല്ല് നീക്കിവെച്ചു. അതിനെ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രവെച്ചു. ചേവകരെ കാവലാക്കി. എന്നാൽ 3-ാം ദിവസം പ്രഭാതമായപ്പോൾ ദൂതൻ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തിക ശക്തി അതിനകത്തേക്ക് പ്രവഹിച്ചു. ഇമ്പീരിയൽ മുദ്ര തകർന്നു. കല്ല് ഇളകി മാറി. ചേവകർ മരിച്ചവരെ പോലെ നില ഉയർപ്പിച്ചു. അതെ, യേശു ഉദ്ധാരണം ചെയ്തു. തകർക്കപ്പെട്ട ശരീരവുമായി ക്രൂശിൽ കയറിയവൻ പുനർജീവനത്തിൻ്റെ ശരീരമായി, തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി ഉയർത്തെഴുന്നേറ്റു. നിന്ദിതനായി, പീഡിതനായി, എല്ലാവരിലും ത്യജിക്കപ്പെട്ടവനായി ക്രൂശിൽ കയറിയവൻ, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ? എന്ന് ചോദിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട് അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മോട് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യേശുവിനെ വെച്ച കല്ലറ ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ പാർശ്വത്തുള്ള ഭിത്തിയിൽ കല്ലിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്, ഹീ ഈസ് നോട്ട് ഹിയർ, ഹീ ഈസ് റിസൺ. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. അതെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നേക്കുമായിട്ട് സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ്. പൗലൂസ് പറയുന്നത്, യേശു കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. അതെ, നമുക്കിന്ന് രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട്
അവൻ നമ്മുടെ വാതിൽക്കൽ നിന്ന് കൊട്ടുകയാണ്. ഒരുത്തൻ എൻ്റെ ശബ്ദം കേട്ട് അവൻ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് യേശു വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഭവനത്തിന് വെളിയിൽ നിൽക്കുകയാണെങ്കിൽ നാം അവനെ അകത്ത് പ്രവേശിപ്പിച്ചാൽ നമ്മുടെ കുടുംബം സമൃദ്ധമായി തീരും, സംതൃപ്തിയുള്ളതായി തീരും, അനുഗ്രഹിക്കപ്പെടും. യേശു ഉയർത്തെഴുന്നേറ്റ് അത് കണ്ട് അറിഞ്ഞ പത്രോസ് വീണ്ടും വള്ളവും വലയും എടുത്തുകൊണ്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് മീൻ പിടിക്കാൻ പോയി. അവന് മാത്രമല്ല നഷ്ടം, കൂടെ ഉണ്ടായിരുന്നവരെയും കൂടെ പിന്മാറ്റത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടക്കാതെ യേശു അന്ന് പത്രോസിനെ തിരികെ വിളിച്ചു. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നോ ചോദിച്ചു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു. പിന്നെ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അതെ, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് അധിക നാൾ കഴിയുന്നതിന് മുമ്പേ ലഭിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അവർ അത് അനുസരിച്ച് വിനയത്തോടു കൂടെ കാത്തിരുന്നു. അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി വാഞ്ചിച്ചു, പ്രാർത്ഥിച്ചു, അവർ പ്രാപിച്ചു. പെന്തക്കോസ്ത് നാളിൽ കൊടിയ കാറ്റിൻ്റെ അകമ്പടിയോടുകൂടെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ തീനാവുകൾ അന്ന് കാത്തിരുന്ന 120 പേരുടെ മേൽ വന്നിറങ്ങിയെങ്കിൽ ഇന്നും പരിശുദ്ധാത്മാവിനെ വാഞ്ചിക്കുന്ന, കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്നവർക്ക് ഈ ദാനം ലഭ്യമാക്കുവാൻ കർത്താവ് ഒരുക്കമാകണം. നാം അത് വാഞ്ചിക്കുക, പ്രാർത്ഥിക്കുക, പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയാതിരിക്കുക. അന്ന് പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഒരിക്കലും അവൻ പ്രസംഗം നിർത്തിയിട്ടില്ല. അവൻ്റെ കന്നി പ്രസംഗത്തിൽ 3000 പേർ, പിന്നെ 5000, പിന്നെ 10,000. അവൻ വിളിച്ചു പറഞ്ഞു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ല, യേശുവിൻ്റെ നാമമല്ലാതെ. ആ പ്രസംഗം അവൻ രാജ്യങ്ങൾ പിന്നിട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടും നിർത്തിയില്ല. അവനെ ക്രൂശിക്കാൻ വിധിച്ചപ്പോൾ അവൻ്റെ അന്ത്യാഭിലാഷമായി അവൻ പ്രഖ്യാപിച്ചു, നിങ്ങൾ യേശുവിനെ തലമേലായി ക്രൂശിച്ചു എങ്കിൽ എന്നെ തല കീഴായി ക്രൂശിക്കുക. ഞാൻ അവൻ്റെ പാദം കുമ്പിട്ട് മരിക്കട്ടെ. ഈ ധൈര്യം ഒരിക്കൽ ഒരു പെണ്ണിൻ്റെ മുൻപിൽ നിന്ന് തലയും കുനിച്ച് ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു പോയ പത്രോസ് പിന്നൊരു കാലത്ത് 4 പേരെയും കൂട്ടി മീൻ പിടിക്കാൻ കടലിലേക്ക് മടങ്ങിപ്പോയ പത്രോസ് ഇപ്പോൾ അവന് ധൈര്യം കിട്ടി. യേശു പറഞ്ഞ പോലെ അവൻ ശക്തിയോടെ, അധികാരത്തോടെ, പ്രാഗൽഭ്യത്തോടെ അവൻ പ്രസംഗിക്കുവാനും ദൈവകൃപ അനുഭവിക്കുവാനും ദൈവ സാന്നിധ്യത്തോടുകൂടെ, ദൈവമഹത്വത്തോടുകൂടെ യേശുവിനെ പ്രഖ്യാപിക്കാനും പ്രാപ്തനായി എങ്കിൽ നമ്മുടെ മേലും ഇന്ന് പരിശുദ്ധാത്മാവെന്ന ദാനം വന്നിറങ്ങിയാൽ നാമം അതിന് പ്രാപ്തരാകും. അടുത്ത ഒരു തലമുറയെ നോക്കി ദൈവത്തോട് അടുക്കേണ്ടതിന് എന്തെങ്കിലും ഒരു സന്ദേശം ഡോക്ടറിന് പറയുവാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അന്ന് യേശുവിൻ്റെ ശിഷ്യനായ പത്രോസിലൂടെ വചനം 30, 60, 100 മേനിയായി വിളഞ്ഞു. ഇന്ന് ഈ വചനം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. നമ്മുടെ കരങ്ങളിലൂടെ അത് 100 മേനിയായി വിളയട്ടെ എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ ദൗത്യം 2ആണ്. 1, നാം തന്നെ സ്വർഗത്തിലേക്ക് പോവുക. 2, ഒരാളിനെയെങ്കിലും സ്വർഗത്തിലേക്ക് നയിക്കുക. ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് യേശുവിൻ്റെ സംശയിക്കുന്ന ശിഷ്യനായ തോമസ് കേരളത്തിൽ വന്നത്. അവൻ കേരളത്തിൽ സഭകളെ പണിതു, തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ചു, അവിടെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയെടുത്തു. അവസാനം മദ്രാസിനടുത്തുള്ള മൈലാപ്പൂർ എന്ന സ്ഥലത്ത് വെച്ച് കുന്തമനയ്ക്ക് ഇരയാകുമ്പോൾ അവൻ നെഞ്ചു വിടർത്തി കാണിച്ചു കൊടുത്തു, സധൈര്യം നിന്നു കൊടുത്തു. അതെ, ദൈവത്തിൻ്റെ നാമത്തിൽ രക്തസാക്ഷിയാകുവാൻ അവൻ തയ്യാറായി. അപ്പോൾ തീർച്ചയായിട്ടും നാം കർത്താവിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നമുക്ക് മനസ്സിൽ ധൈര്യം കിട്ടും, ഉറപ്പ് കിട്ടും. നാം ശക്തി ലഭിച്ചിട്ട്
യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളാകുമെന്ന് പറഞ്ഞ വാക്ക് നമ്മളിലൂടെ നിവൃത്തിയാകും. ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ സ്വർഗത്തിൽ എത്തിപ്പറ്റണം, മറ്റുള്ളവരെ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത് അവരെയും അവിടെ എത്തിച്ചേർക്കുവാൻ തക്കവണ്ണം ആവശ്യമുള്ളത് ചെയ്യണം. ഡോക്ടർ, ഞാനൊരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. താങ്കൾ ആയിരിക്കുന്ന ആ പ്രദേശത്ത് ഒരുപാട് ക്രൂസൈഡുകളും കൺവെൻഷനുകളും ഒക്കെ താങ്കൾ നടത്താറുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രേരണ? എങ്ങനെയാണ് ഇത് നടത്തുന്നത്? അല്ല, കർത്താവിൻ്റെ അന്തിമ ശാസനം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിൽ തന്നെ ഒരു താല്പര്യം തോന്നി മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കണം. അങ്ങനെ ഞാൻ ചില ക്രൂസൈഡുകൾ, ചില വലിയ കൺവെൻഷനുകൾ, ചെറിയ മിനി ക്രൂസൈഡുകൾ, പിന്നെ ഇപ്പോൾ തന്നെ ഭവനത്തിൽ തന്നെ വല്ലപ്പോഴുമൊക്കെ ക്രൂസൈഡുകൾ നടത്താറുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വാക്ക് ഒന്ന് പ്രാർത്ഥിക്കാമോ? തകർന്ന കുടുംബങ്ങൾ കാണും, മക്കളെ ചൊല്ലി ആകുലപ്പെട്ടിരിക്കുന്നവർ കാണും, വേല ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കാണും. എല്ലാവർക്കുമായി ഡോക്ടർ ഒന്ന് പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും. ഇത്രയും നേരം ഈ ദൃശ്യ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രവിച്ച, ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന, ശ്രവിച്ചുകൊണ്ടിരുന്ന നിൻ്റെ മക്കളെ സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയായി അങ്ങ് അനുഗ്രഹിക്കണം. അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുക്കണം. അവരുടെ നാവിൽ നിന്ന് സ്തുതിസ്തോത്രയാഗങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരുവാൻ അങ്ങ് ഇടവരുത്തണം. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളുടെ ഗുപ്തനിധിയായ യേശുവിനെ മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് അവർ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും അങ്ങനെ ഭൗതികമായും ആത്മീകമായും ഉയരുന്നവരുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും ഞങ്ങൾ അങ്ങയുടെ മുഖത്തു നോക്കി പ്രകാശിതരായി ജീവിപ്പാൻ, അങ്ങയുടെ മാർവോട് ചാരി ആശ്വസിപ്പാൻ, അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണം. ഞങ്ങളുടെ ജീവിതങ്ങൾ ഒരു അത്ഭുത വിഷയമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തിക ശക്തി നമ്മളിലേക്ക് ഒഴുകിയെത്തും. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി നമ്മിൽ വന്നിറങ്ങുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെയും കർത്താവ് ഉയർപ്പിക്കും. ക്രിസ്തുവിലുള്ള ഭാവം നമ്മിലും ഉണ്ടാകും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. അതെ, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, മഹത്വത്തിൽ മഹത്വത്തിലേക്ക് ഉയർത്തി ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ സ്വർഗത്തിൽ നമ്മെയും ഇരുത്തും. അങ്ങനെ നമുക്ക് ഇവിടെ ഇന്ത്യൻ പൗരന്മാരായിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ പൗരത്വം കൂടെ ലഭ്യമാകും. കഥാവിൽ പ്രിയരെ, നല്ലൊരു എപ്പിസോഡ് ഇന്ന് ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയ ഡോക്ടറുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, ഒരു പിതാവ്, ഒരു മാതാവ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ മക്കൾ ഏതൊക്കെ വഴിയിൽ ചെന്നാലും അവരെ കൃപയിൽ സൂക്ഷിച്ച് ദൈവത്തോടടുപ്പിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുവാൻ ദൈവം ശക്തനാണ്, അതിന് തക്കവണ്ണം വിശ്വസ്തനാണ് എന്നുള്ളതാണ്. കുടുംബ തകർച്ചകൾക്കെതിരെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, നമ്മളോട് പ്രബോധിപ്പിക്കുന്നു. കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് കരയുന്ന സഹോദരിമാർ പ്രാർത്ഥിക്കട്ടെ, കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന്. ഞാൻ നിങ്ങളോട് ഇത്രമാത്രം പറയട്ടെ, തലമുറയെ ചൊല്ലിയാകാം, കുടുംബജീവിതത്തെ ചൊല്ലിയാകാം, സാമ്പത്തിക വിഷയത്തെ ചൊല്ലിയാകാം, എന്തുമാകട്ടെ, ഏത് വിഷയത്തിനും ഉത്തരം ക്രിസ്തുവിലുണ്ട് എന്ന് മനസ്സിലാക്കി ക്രിസ്തുവിനോട് അടുക്കുക. ആവശ്യമാകുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിച്ച് താങ്കളുടെ വിഷയം നാളത്തെ സാക്ഷ്യമാക്കി മാറ്റും. അടുത്ത ആഴ്ച വീണ്ടും ഒരു അതിഥിയുമായി ചേർന്ന് ഇതുപോലൊരു എപ്പിസോഡിലൂടെ താങ്കളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ വരുവോളം കർത്താവ് തൻ്റെ ചിറകിൻ മറവിൽ താങ്കളെ കാക്കുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.